നമസ്കാരം. നമ്മുടെ പൊതുഗതാഗത വകുപ്പിലും അതുപോലെ തന്നെ പൊതുഗതാഗത സംവിധാനത്തിലുമൊക്കെ തന്നെ വലിയ കാതലായ മാറ്റങ്ങൾ കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ് പുതിയതായി ചുമതലയേറ്റ മന്ത്രി KB ഗണേഷ് കുമാർ. അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള സൂചനകളും ചില പുതിയ നിർദ്ദേശങ്ങളുമൊക്കെ തന്നെ അദ്ദേഹം വച്ചിരുന്നു. അതൊക്കെ തന്നെ സ്വാഗതാർഹമാണ്. KSRTCയെ രക്ഷിക്കുക, അതിന് എത്രയും കാര്യമായി ശ്രമിക്കുക എന്നതാണ് തൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്ന് എന്ന് അദ്ദേഹം പലകുറി പറയുകയുണ്ടായി. മാത്രമല്ല, സർക്കാരുമായി ആലോചിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയുമായി കാര്യങ്ങൾ പങ്കുവെച്ചുകൊണ്ട് പുതിയ ചില സംവിധാനങ്ങൾ, മുക്കിലും മൂലയിലും പൊതുഗതാഗത സംവിധാനം എത്തിക്കുന്ന ഒരു കാര്യമൊക്കെ അദ്ദേഹം പറഞ്ഞത് വലിയ ഒരു സ്വീകാര്യതയാണ് പൊതുസമൂഹത്തിൽ ഉണ്ടാക്കിയത്. ഇപ്പോൾ ഗതാഗത വകുപ്പിൽ ഡ്രൈവിംഗ് ലൈസൻസ്, ഈ ഡ്രൈവിംഗ് ലൈസൻസ് എന്ന് പറയുന്നത്, അതിൻ്റെ പരീക്ഷകൾ എന്ന് പറയുന്നതിന് എതിരെ ധാരാളം പരാതികൾ വന്നിരുന്നു. ഇത് ശരിയായ രീതിയിലല്ല നടത്തുന്നത്. ഡ്രൈവിംഗ് സ്കൂളുകാർ തന്നെ ഇടപെട്ടുകൊണ്ടാണ് ഇത് നടത്തുന്നത്. മോട്ടോർ വാഹന വകുപ്പിലെ ഉദ്യോഗസ്ഥരുമായി ചേർന്ന് നിന്നുകൊണ്ട് ചില തട്ടിപ്പുകളൊക്കെ ഇതിനകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള കാര്യവും, ഈ ഓൺലൈൻ ലേണേഴ്സ് ടെസ്റ്റ് അതുതന്നെ ഒരു തരത്തിൽ തട്ടിപ്പാണ്. കാരണം ആരെങ്കിലും പറഞ്ഞു കൊടുത്താലും ഉത്തരം എഴുതാം. അത്തരത്തിലുള്ള ചില ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉണ്ട്. പക്ഷേ അതിൻ്റെ ആ ഒരു രീതിയൊക്കെ മാറാൻ പോകുന്നു. ഇനി ഡ്രൈവിംഗ് ലൈസൻസ്, ലേണേഴ്സ് ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റ് ഒക്കെ ഇത്തിരി കടുപ്പമേറിയതാകും എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. അതുമായി ബന്ധപ്പെട്ട മന്ത്രി KB ഗണേഷ് കുമാർ ശക്തമായ നിർദ്ദേശങ്ങൾ വകുപ്പ് ഉദ്യോഗസ്ഥർക്കും ഒക്കെ നൽകി എന്ന് അറിയാൻ സാധിക്കുന്നു. ഇപ്പോൾ നേരത്തെ 20 ചോദ്യങ്ങളിൽ 12 എണ്ണത്തിന് ശരിയുത്തരം എഴുതിയാൽ ലേണേഴ്സ് ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാവുമായിരുന്നു. 30 ചോദ്യങ്ങളിൽ 25 എണ്ണത്തിനും ശരിയുത്തരം എഴുതിയാൽ മാത്രമേ ലേണേഴ്സ് പരീക്ഷ പാസ്സാകൂ. അത് മാറ്റിയിട്ടുണ്ട്. 20 എണ്ണത്തിൽ 12 എണ്ണത്തിന് എഴുതിയാൽ മതിയായിരുന്നു. ഇപ്പോൾ 30 ചോദ്യങ്ങളുണ്ട്. അതിൽ 25 എണ്ണം എങ്കിലും ശരിയായെങ്കിൽ മാത്രമേ പാസ്സാവൂ. ഒരു ദിവസം ഒരു ഓഫീസിൽ നിന്ന് 20-ലധികം ലൈസൻസ് അനുവദിക്കരുത് എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇക്കാര്യം വ്യക്തമാക്കി ഉടൻ ഉത്തരവിറക്കും. വാഹനം ഓടിക്കുക എന്നല്ല, വാഹനം കൈകാര്യം ചെയ്യുക എന്നതാണ് പ്രധാനം. ശുപാർശ കൊണ്ടുവന്നാൽ ഡ്രൈവിംഗ് ലൈസൻസ് നൽകില്ല. ഡ്രൈവിംഗ് സ്കൂളുകളുടെ പ്രവർത്തനത്തിൽ മാറ്റം വരുത്തും. എല്ലാം ക്യാമറയിൽ പകർത്തും. സംസ്ഥാനത്ത് 4.5 ലക്ഷം ലൈസൻസും RC ബുക്കും വിതരണം ചെയ്യാനുണ്ട് എന്നുമാണ് മന്ത്രി വ്യക്തമാക്കിയത്. ലൈസൻസ് കൊടുക്കുന്ന നടപടി കർശനമാക്കുമെന്ന് മന്ത്രി നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. വണ്ടി റിവേഴ്സ് എടുക്കാൻ അറിയാൻ വയ്യാത്തവർ പലരും ഇപ്പോഴും ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുമായിട്ട്, ഡ്രൈവിംഗ് ലൈസൻസിൻ്റെ ആ ബുക്കുമായിട്ട് നടക്കുന്നുണ്ട്, ആ കാർഡുമായിട്ട് നടക്കുന്നുണ്ട്. ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിൽ ക്യാമറ സ്ഥാപിക്കും. അതിനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുപോലെ സ്ത്രീകളോട്, ടെസ്റ്റിന് വരുന്ന സ്ത്രീകളോട് ചില ഉദ്യോഗസ്ഥർ മോശമായി പെരുമാറിയതായുള്ള ചില പരാതികളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള പരാതികൾക്കെതിരെയൊക്കെ ശക്തമായ നടപടിയെടുക്കും. ഇത് മനുഷ്യജീവൻ്റെ പ്രശ്നമാണ്. ഇതിൽ കളികളൊന്നും നടക്കില്ല. എല്ലാ രംഗത്തും, ഗതാഗത വകുപ്പിലെ എല്ലാ രംഗത്തും വലിയ മാറ്റങ്ങൾ വരുത്തും. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ ഡ്രൈവിംഗ് ലൈസൻസ് ടെസ്റ്റുകളൊക്കെ കഠിനമാക്കുന്നത്, അത് കൃത്യമായി ക്യാമറയിൽ പകർത്തുന്നത്, അത് ശാസ്ത്രീയമാക്കുന്നത്. വാഹനം ഓടിക്കാൻ ആർക്കും പറ്റും, പക്ഷേ വാഹനം കൈകാര്യം ചെയ്യുക, ഒരു പ്രത്യേക അവസ്ഥ വരുമ്പോൾ, സിറ്റുവേഷൻ വരുമ്പോൾ അതെങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അതെങ്ങനെ അത് പരിഹരിക്കണം, പ്രശ്നം പരിഹരിക്കണം എന്നറിയുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഗതാഗത വകുപ്പിൽ തന്നെ വലിയ മാറ്റങ്ങൾ ഈ ലൈസൻസിങ് സമ്പ്രദായവുമായി ബന്ധപ്പെട്ട് കൊണ്ടുവരാൻ ഒരുങ്ങുകയാണ് മന്ത്രി KB ഗണേഷ് കുമാർ എന്നുള്ളതാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്.